വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവിനെ ശ്രവിക്കുന്നതിനു വേണ്ടി വന്നെത്തിയ യഹൂദന്മാരോട് യേശു സാമാന്യം സുദീർഘമായിട്ട് നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് കാണാം. യേശുവിന്റെ പിതാവിന് ആയിട്ട് കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താഗതി പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ മുഖ്യമായിട്ടും യേശു നൽകുന്ന സന്ദേശം താൻ ലോകത്തിന് നൽകാൻ പോകുന്ന ജീവന്റെ അപ്പമാണ്. ആത്മീയമായിട്ട് ഏതെങ്കിലും മനുഷ്യൻ ജീവിക്കാനും വളരാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വരികിൽ അവശ്യം അവർ ഈ ജീവന്റെ അപ്പത്തിന്റെ ഉപാസകരായി തീരേണ്ടതുണ്ട് എന്ന സത്യമാണ് യേശു വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ദർശനം ശ്രോതാക്കളായിട്ടുള്ള യഹൂദന്മാർക്ക് തീർത്തും ദുർഗ്രാഹ്യമായിരുന്നു. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരുടെ അസ്വസ്ഥതകളും അവരുടെ അറിവില്ലായ്മയും കണ്ട് യേശു ഒരു തരത്തിലും തന്റെ ദർശനത്തിൽ വെള്ളം ചേർക്കാനോ മായം ചേർക്കാനോ തുനിയുന്നതായിട്ട് നാം കാണുന്നില്ല. യേശുവിന്റെ ദർശനത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലാത്ത കാഴ്ചപ്പാടുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദർശനമാണ് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള യേശുവിന്റെ പ്രബോധനം. ഇത് തന്റെ ദൈവികതയിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ തന്നെ കണ്ടുപിടുത്തമാണത്. യേശുവിന്റെ ദർശനം അനുസരിച്ച് തന്റെ സന്ദേശം ലോകാവസാനം വരെ നിലനിൽക്കുന്നതിന് ആധാരമായിട്ട് തീരേണ്ട ദാർശനിക അടിത്തറ ഈ വിശുദ്ധ കുർബാനയിലാണ് യേശു കാണാനിടവരുന്നത്. അതുകൊണ്ടും കൂടി ആയിരിക്കണം യേശു ഈ ലോകത്തിൽ വെച്ച് ആദ്യമായിട്ട് സ്ഥാപിച്ച് ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുക. എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ മറ്റൊരു കാര്യവും യേശു ആവശ്യപ്പെടുന്നില്ല. യേശുവിന്റെ ഓർമ്മ പുരുഷാന്തരങ്ങളിലൂടെ നിലനിൽക്കേണ്ടത് കലർപ്പില്ലാത്ത, മായം ചേർക്കാത്ത, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഇട നൽകാത്ത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തന്റെ കാഴ്ചപ്പാടാണ്. അതിന് ഉപകരിക്കുക എന്നുള്ള ഉൾക്കാഴ്ചയാണ് യേശുവിൻ്റേത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഉൾക്കാഴ്ചയിലേക്ക് വ്യക്തികൾ കടന്നു വരാൻ തന്റെ പിതാവിനാൽ ആകൃഷ്ടരായിട്ടുള്ളവരല്ലാതെ മനുഷ്യന്റെ പാണ്ഡിത്യം കൊണ്ടോ മനുഷ്യന്റെ വിജ്ഞാനം കൊണ്ടോ അതിലേക്ക് കടന്നു വരാൻ സാധ്യത കുറവാണെന്ന് യേശു വ്യക്തമാക്കുകയാണ്.
അതാണ് യേശു പറയുന്നതിന്റെ പൊരുള്. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും എന്റെ സ്വരം കേൾക്കാനും എന്നെ അനുഗമിക്കാനും ഇടവരികില്ല എന്ന് പറഞ്ഞ എന്റെ പൊരുള് ആയിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ള നമ്മൾ എക്കാലവും നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രമായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നാം നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ദർശനങ്ങളുടെ ആഴങ്ങള്, അതിന്റെ പ്രത്യേകതകള്, അതിന്റെ തനിമ, അതിന്റെ ജീവദായകത്വം എന്നുള്ളത് നാം മറന്നു കളയരുത്.